നമസ്കാരം. ഒട്ടും കൗതുകം വേണ്ടാത്ത ചില കാര്യങ്ങൾ ആദ്യം പറയാം. നമ്മുടെ ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ 15,526 അടി ഉയരത്തിൽ താഷ് ഗംഗ എന്ന സ്ഥലത്ത് -35°C 65 വോട്ടർമാർക്ക് മാത്രം വേണ്ടി ഒരു പോളിംഗ് ബൂത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സിയാച്ചിൻ മഞ്ഞുമലകൾക്കിടയിൽ വെറും 5 വോട്ടർമാർക്ക് വേണ്ടിയിട്ട് മറ്റൊരു പോളിംഗ് ബൂത്ത് എല്ലാ ഇലക്ഷൻ സമയത്തും പ്രവർത്തിക്കാറുണ്ട്. ഇതിലേറെ രസകരം, സിംഹങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്കായിട്ടുള്ള ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ്. അവിടെ ഒരു വോട്ടർക്ക് വേണ്ടിയിട്ട് സിംഹങ്ങളെ പോലും മറികടന്നുകൊണ്ട് സുരക്ഷിതമായിട്ട് പോയി വന്നുകൊണ്ട് എപ്പോഴും തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട്. ഇത്രമാത്രം കഷ്ടപ്പെട്ട് തെരഞ്ഞെടുപ്പൊക്കെ നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെയൊക്കെ സമ്മതിദാന അവകാശം അതിനു മാത്രം വിലയുള്ളതാണോ? എങ്കിൽ കേട്ടോളൂ, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾ ഓരോരുത്തരുടെയും വോട്ടിന് വിലയുണ്ട്. നിങ്ങൾ പഠിപ്പും വിവരവും അറിവും ഒരുപാടുള്ളവനായാലും സ്കൂളിൽ പോകാൻ പറ്റാത്തവനായാലും പണം കൊണ്ട് നിറഞ്ഞവനായാലും പട്ടിണി കൊണ്ട് വലഞ്ഞവനായാലും നിങ്ങളുടെ വോട്ടിന് നിങ്ങളുടേതായ വിലയുണ്ട്. പക്ഷെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു കഴിഞ്ഞ ഈ വേളയിൽ നിങ്ങളൊക്കെ നെഞ്ചിൽ കുത്തിയ പതാക തോട്ടിൽ വലിച്ചെറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അന്നത്തെ വില അല്ലെങ്കിൽ സത്യസന്ധമായ വില നമ്മുടെയൊക്കെ വോട്ടിന് ഇപ്പോഴും ഉണ്ടോ? അതോ നമ്മുടെയൊക്കെ വോട്ട് മോഷണം നടന്നു പോയോ? ഇത് ചർച്ച ചെയ്യാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ നിന്നാണ്. ഈ വേളയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. 1. രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയോ സത്യമോ ഒളിഞ്ഞിരിപ്പുണ്ടോ, അതോ അതെല്ലാം വെറും കള്ളമാണോ? 2. എന്തായിരുന്നു ബീഹാറിൽ നടന്ന സർ? 3. EVM ഹാക്ക് ചെയ്യാനോ അതിൽ നിന്ന് വോട്ട് കൊള്ള ചെയ്യാനോ പറ്റുമോ? 4. നമ്മളൊക്കെ വിശ്വസിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യസന്ധരും നിഷ്പക്ഷരുമാണോ അതോ കാട്ടുകള്ളന്മാരാണോ? ഈ അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം റൈറ്റ് ടോക്സിനോടൊപ്പം. 2025 ഓഗസ്റ്റ് 7 രാഹുൽ ഗാന്ധി ഈ വിവാദമായ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. അതിൽ അദ്ദേഹം പറയുന്ന അഴിമതികളിൽ 1, 2023 മധ്യപ്രദേശ് വിധാൻസഭാ ഇലക്ഷനിൽ, 2, 2024 മഹാരാഷ്ട്ര വിധാൻസഭാ ഇലക്ഷനുകളിൽ ഈ പറഞ്ഞ അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുദാഹരണമായിട്ട് തെളിവോടുകൂടി അദ്ദേഹം മുന്നിലേക്ക് എടുത്തു കാണിച്ചത് ബാംഗ്ലൂർ സെൻട്രലിന്റെ ഭാഗമായിട്ട് വരുന്ന മഹാദേവപുര എന്ന മണ്ഡലത്തിൽ മാത്രം 1,250,000 കള്ള വോട്ടുകൾ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആദ്യം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ നമുക്ക് വ്യക്തമായി ഒന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില മണ്ഡലങ്ങളിൽ ഒരേ വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ വോട്ടുള്ളത്. ഉദാഹരണമായിട്ട് അദ്ദേഹം തന്നെ എടുത്തു കാണിച്ച ആദിത്യ ശ്രീവാസ്തവ് എന്ന വ്യക്തിക്ക് കർണാടക, UP, മഹാരാഷ്ട്ര എന്നീ 3 സംസ്ഥാനങ്ങളിലെ പല മണ്ഡലങ്ങളിലായിട്ട് വോട്ടുണ്ട്. അതുപോലെ തന്നെ ശകുനി റാണി എന്ന് പറയുന്ന വ്യക്തിക്ക് 2 സംസ്ഥാനങ്ങളിൽ 2 സ്ഥലങ്ങളിലായിട്ട് വോട്ടുണ്ട്. ഈ ആരോപണത്തിന് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്ന മറുപടിയിൽ 1, ആദിത്യ ശ്രീവാസ്തവയ്ക്ക് ഒരു മണ്ഡലത്തിൽ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ, മറ്റുള്ളയിടങ്ങളിൽ അദ്ദേഹം എത്തിയിട്ടില്ല എന്ന്. അത് കർണാടകയിലാണ് പറയുന്നത്. ശകുൻ റാണി എന്ന് പറയുന്ന സ്ത്രീയുടെ കാര്യത്തിൽ ഒരു മണ്ഡലത്തിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മറ്റു മണ്ഡലത്തിൽ പിന്നെ ടിക്ക് അത് ഇലക്ഷൻ കമ്മീഷൻ ഇട്ടിരിക്കുന്ന ടിക്ക് അല്ല എന്നുമാണ് അവർ നൽകിയിരിക്കുന്ന മറുപടി. മറ്റൊരു വസ്തുതയാണ്, ചില വ്യക്തികളുടെ ഹൗസ് അഡ്രസ് ഒട്ടും ഒതന്റിക് അല്ല. ഹൗസ് നമ്പർ 0 അല്ലെങ്കിൽ 00 എന്നൊക്കെ മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്നു. ഇതെന്ത് ഹൗസ് നമ്പർ ആണ് എന്നുള്ളത് ആർക്കും വ്യക്തമല്ല. ഇനിയുള്ളതാണ് രസകരമായ വസ്തുത, ചില ആളുകളുടെ അച്ഛന്റെ പേര് അല്ലെങ്കിൽ രക്ഷകർത്താവിന്റെ പേരാണ് ABCD HIJK എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതും രാഹുൽ ഗാന്ധി എടുത്ത് ഫോട്ടോ സഹിതം കാണിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ്, ഒരേ അഡ്രസ്സിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 35-ാം നമ്പർ വീട്ട് 10 സ്ക്വയർ ഫീറ്റുള്ള മുറിയില് ഏകദേശം 80ഓളം പേര് വോട്ടർമാരായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി കൗതുകപ്പെടുത്തുന്ന ഒരു കാര്യം, ചില ആളുകളുടെ വോട്ടർ ലിസ്റ്റിൽ ഒന്നില്ലെങ്കിൽ ഫോട്ടോ ഇല്ല, അഥവാ ഉള്ള ഫോട്ടോ സൂക്ഷ്മദർശിനി കൊണ്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാമെന്നുള്ള അവസ്ഥ. ഇതിലേറെ ഞെട്ടിച്ചു പോയൊരു വാർത്ത, 70 വയസ്സുള്ള വ്യക്തിക്ക് കന്നി വോട്ടറായി മാറാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈവൻ ഡേറ്റ് ഓഫ് ബർത്ത് വരെ തിരുത്തിയിരിക്കുന്നതായിട്ടും അവിടെ ആരോപണമുണ്ട്. ഇങ്ങനെ 6 ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷന് നേരെ ഉന്നയിച്ചിരിക്കുന്ന ആദ്യത്തേത്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യത്തെ കേസിൽ ഞാൻ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ വോട്ടിംഗ് വന്നതിന് അവർക്കുള്ള മറുപടി അവർ വേറെ സ്ഥലത്ത് വോട്ട് ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഈ സ്ഥലങ്ങളിലൊക്കെ പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് ഏജന്റുമാരെ നിയമിച്ചില്ല? 2, ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ ഇലക്ഷന് മുമ്പേ നിങ്ങൾക്ക് തന്നിരുന്നു, എന്തുകൊണ്ട് സ്വീകരിച്ചില്ല, പരാതി പറഞ്ഞില്ല? ഇനി മറ്റൊരു ശ്രദ്ധേയമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന
സ്റ്റേറ്റ് പോലീസിന്റെ കയ്യിൽ നിന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട CCTV ഫൂട്ടേജുകൾ ഡിലീറ്റ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചു എന്നുള്ളത് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. പക്ഷെ ഇതിന് ഇലക്ഷൻ കമ്മീഷന് വ്യക്തമായ മറുപടിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ മറുപടികളിൽ ഒന്നിൽ ഇലക്ഷൻ കമ്മീഷൻ സൂചിപ്പിച്ചതിന് ഒരു ഉദാഹരണമാണ് ചാന്ദിനി ചൗക്കിലെ ഒരു ഇലക്ഷൻ മണ്ഡലം. അവിടെ BJPക്ക് മാത്രം 90 ഏജന്റുമാർ പ്രവർത്തിച്ചിരിക്കെ ഒരു മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ പോലും ആം ആദ്മിയുടെയോ കോൺഗ്രസിന്റെയോ ഏജന്റുമാർ എത്തിയിരുന്നില്ല. മറ്റു സ്ഥലങ്ങളിലുമുണ്ട് ഇതുപോലെ ഏജന്റുമാർ എത്താത്തത്. ഇതിനെ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയായി കാണിച്ചുകൊണ്ട് ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റുകൾക്കൊടുവിൽ മറ്റൊരു ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരുന്നു ബീഹാറിൽ നടപ്പിലാക്കിയ സർ എന്ന് പറയുന്നത്. സർ അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഒരു ഇലക്ഷന് മുന്നോടിയായിട്ട് സമയമെടുത്ത് മണ്ഡലത്തിലെ ആളുകളുടെ വോട്ടിംഗ് ലിസ്റ്റ് ഒത്തന്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സർക്കാർ ഇലക്ഷൻ കമ്മീഷനിലൂടെ നടത്തുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ സർ നടപ്പിലാക്കിയതോടുകൂടി ഏകദേശം 65 ലക്ഷത്തോളം വോട്ടർമാർ റിമൂവ് ചെയ്യപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഈ റിമൂവ് പെട്ടതിൽ ചിലര് മരണപ്പെട്ടുവെന്ന്, ചിലർ പുറത്തുപോയി എന്നൊക്കെ പറയുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണ പ്രകാരം ജീവിച്ചിരിക്കുന്നതും നാട്ടിലുള്ളതുമായ ചിലരെയും റിമൂവ് ചെയ്തിട്ടുണ്ട്. ചിലരുടെ പേരുകൾ പലയിടങ്ങളിൽ നിന്നായി കുത്തിക്കയറ്റിയിട്ടുമുണ്ട്. ഇത് എന്തിനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവിടെ മറ്റൊരു കമ്പാരിസൺ ഉണ്ട്. ഇതിനു മുമ്പ് ബീഹാറിൽ 2003 സർ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെടുത്ത സമയം ഏകദേശം 2 വർഷമായിരുന്നു. എന്നാൽ ഇവിടെ 2 മാസം പോലും ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഒരു ആരോപണം, എങ്ങാനും എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണ് ഒരു വ്യക്തി ഈ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടതെങ്കിൽ ഹർജി കൊടുത്തോ പരാതി കൊടുത്തോ തിരിച്ചു കയറാനുള്ള സമയം അവിടെ ഉണ്ടോ? ഇല്ലെന്ന് രാഹുൽ ഗാന്ധി വാദിക്കുമ്പോൾ ഉണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞ് തടുത്തപ്പുകയാണ്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. സാങ്കേതിക വിദ്യയുടെ ഒരു എടുത്തുചാട്ടം തന്നെയായിരുന്നു EVMന്റെ കടന്നുവരവ്. ഇന്ത്യയിൽ ഇതിനോടകം ഒരുപാട് തിരഞ്ഞെടുപ്പിൽ ഒരുപാട് EVMകൾ പ്രവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. ഇവിടെയുള്ള 2 ആരോപണങ്ങൾ, ഒന്ന് EVM കമ്പ്യൂട്ടർ മുഖേന ഹാക്ക് ചെയ്തു എന്നുള്ളതാണ്. മറ്റൊന്ന് EVM തിരിമറി, ആ മെഷീനോട് കൂടി തിരിമറി ചെയ്തു എന്നുള്ളത്. ഈ ആരോപണം ഉന്നയിക്കുന്ന ആദ്യത്തെ വ്യക്തി രാഹുൽ ഗാന്ധി അല്ല. 2017 മായാവതി ഇതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പിനോട് അനുബന്ധമായിട്ട് അഖിലേഷ് യാദവും ഇതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് മുമ്പ് ഒരാളുണ്ട്. 2009 ലാൽ കൃഷ്ണ അഥവാ LK അദ്വാനി അവിടുത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സമ്പൂർണ്ണ പരാജയമാണെന്നും അതിനെ ഇലക്ട്രോണിക് വിക്ടറി മെഷീൻ എന്ന് വരെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് ജർമ്മനിയിൽ EVM നിരോധിച്ച ഉദാഹരണവും എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോ EVMനെ കുറ്റം പറഞ്ഞത് കോൺഗ്രസ് മാത്രമല്ല, അത് BJPയും പറഞ്ഞിട്ടുണ്ട്. ഇതിനും ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന മറുപടി ഇതാണ്: നിങ്ങൾ ജയിച്ചാൽ EVM ഓക്കെ, നിങ്ങൾ തോറ്റത് കൊണ്ടാണ് നിങ്ങൾ പരാതി പറയുന്നത് എന്നാണ്. 2009 ഈ ആരോപണത്തെ തുടർന്നാണ് ഇന്ത്യയിൽ VVPAT സംവിധാനം കൂടെ നടപ്പിലാക്കിയത്. അതായത് വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്ന വ്യക്തിക്ക് താൻ രേഖപ്പെടുത്തിയ തന്റെ സമ്മതിദാന അവകാശത്തിന് ഒരു റെസിപ്റ്റ് കൂടെ ലഭിക്കുന്നതോടുകൂടി ആ വോട്ടുകൾ കള്ള വോട്ടായിട്ട് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ വരുന്നു. കയ്യിലെ മാർക്കൊക്കെ എത്രത്തോളം ഓതന്റിക് ആണ് എന്ന് നമുക്കറിയാം. ഈ അവസരത്തിൽ EVM ഓതന്റിക് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത് നമ്മൾ പറഞ്ഞ EVM കമ്പ്യൂട്ടർ മുഖാന്തരം അല്ലെങ്കിൽ ഇന്റർനെറ്റ് മുഖാന്തരം ഹാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അത് പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡന്റ് ആയി അതിന്റെ ഡാറ്റ എല്ലാം അതിൽ മാത്രം സ്റ്റോർ ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. രണ്ടാമതായിട്ട് ഈ EVM എടുത്തു മാറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് കാരണമുണ്ട്. ഒരു ഇലക്ടർ ഓഫീസർ അവിടെ നിന്ന് ഇലക്ഷൻ പൂർത്തിയാക്കുന്നതോടുകൂടി 17C എന്നൊരു ഫോമിൽ എത്ര വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ളത് അടക്കം ഫില്ല് ചെയ്ത് സൂക്ഷിക്കണം. ഈ 17C ഫില്ല് ചെയ്തതോടുകൂടി EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പൂർണ്ണമായി സീൽ ചെയ്യപ്പെടും. എല്ലാ പാർട്ടികളുടെയും ഏജന്റുമാർ നോക്കി നിൽക്കെ അതൊരു സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. സ്ട്രോങ് റൂമിന് ശക്തമായ പോലീസ് കാവൽ, അതുപോലെ തന്നെ CCTV പ്രൊട്ടക്ഷനുമുണ്ട്. അവിടെ കയറി ഒരു മെഷീൻ മാറ്റാനോ എടുത്തു മാറ്റി പുതിയ റീപ്ലേസ് ചെയ്യാനോ ആരെ കൊണ്ടും സാധിക്കില്ല. അല്ലെങ്കിൽ അവർക്ക് അത്രമാത്രം ഭരണത്തിൽ കള്ളത്തരം കാണിക്കാനുള്ള കഴിവുണ്ടായിട്ടുണ്ടാവണം. ഈ സാഹചര്യത്തിൽ 2 വാദങ്ങൾ, അതായത് ഇന്റർനെറ്റ് മുഖാന്തരം ഹാക്ക് ചെയ്തു എന്നുള്ളതും തിരിമറി നടത്തി എന്നുള്ളതും ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇലക്ഷൻ കമ്മീഷൻ അഴിമതിക്കാരാണ് എന്നുള്ളതാണ്. ഇതിലേക്ക് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2021 ബംഗാളിൽ 8 ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. പക്ഷെ അന്ന് തെരഞ്ഞെടുപ്പ് പല സ്ഥലങ്ങളിൽ പല ദിവസങ്ങളിലായിട്ട് നടന്നു. ഇതിനെ ശക്തമായിട്ട് എതിർക്കേണ്ടി വന്ന കാരണം എന്തിനീ ഗ്യാപ്പ്, അത് BJPക്ക് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ളതല്ലേ എന്ന ആരോപണം അന്നേ ഉയർന്നിരുന്നു.
ഇലക്ഷൻ കമ്മീഷനെ ചൂടുപിടിപ്പിക്കുന്ന മറ്റൊന്നാണ് 2019 തെരഞ്ഞെടുപ്പിലും 2024 തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിയുടെ പ്രചരണത്തിന് നേരെ പല രീതിയിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ ഒന്നിൽ പോലും വ്യക്തമായ ഒരു നടപടി ഇലക്ഷൻ കമ്മീഷൻ നരേന്ദ്രമോദിക്ക് നേരെ എടുത്തിരുന്നില്ല. ഇനി നടപടി എടുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം 2024 ഹൈന്ദവ ധർമ്മത്തെ മുൻനിർത്തി പിടിച്ചുകൊണ്ട് മതപ്രീണനം നടത്തി ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണം വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നരേന്ദ്രമോദിക്ക് നോട്ടീസ് അയച്ചു. പക്ഷേ പേടിച്ചിട്ടാണോ അഥവാ ബഹുമാനം കൊണ്ടാണോ എന്നറിയില്ല, നേരിട്ട് കൊടുക്കാതെ BJP പാർട്ടി ചെയർമാൻ JD നദ്ദ വഴിയാണ് അന്നത്തെ ആ ലെറ്റർ എത്തിച്ചത്. ഇതും വിമർശനങ്ങൾക്ക് തീ കൂട്ടി. ഇനി ഒന്നുകൂടെ പറഞ്ഞോട്ടെ, വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ തറവാട്ടു സ്വത്തല്ല. കാരണം അവർ ഒരിക്കൽ ഭരണപക്ഷത്തിരുന്നിരുന്നു. അന്ന് 2005 എന്താണ് സംഭവിച്ചതെന്നൂടെ അവരെന്ന് ഓർക്കണം. നവീൻ ചൗള എന്ന അന്നത്തെ കോൺഗ്രസ് നിയമിത ഇലക്ഷൻ കമ്മീഷൻ അഴിമതിയുടെ ഭാഗമാണ് എന്ന് കണ്ട് പ്രതിപക്ഷം പരാതി നൽകി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്. നവീൻ ചൗള പുറത്തായെങ്കിലും പിന്നീട് വീണ്ടും തിരിച്ചു വന്ന ഒരു സംഭവം കൂടെ ഞാൻ കോൺഗ്രസിനെ മൊത്തമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ചില കുറ്റവാളികളെ പോലെയാണ്. പലപ്പോഴും ആർക്കും എപ്പോഴും കയറി അവരെ എന്ത് ആരോപണവും പറയാം. അതുകൊണ്ട് തന്നെ പറയുന്ന ആരോപണമെല്ലാം കഴമ്പുള്ളതായിക്കോളണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഞങ്ങളുടെ നിഷ്പക്ഷമായ പഠനത്തിനൊടുവിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി പറയുന്ന 5 കാര്യങ്ങളാണ്. 1. ഇലക്ഷൻ കമ്മീഷനും അതിന്റെ പ്രവർത്തനങ്ങളും ഉത്തരവുകളും അല്പം കൂടി സുതാര്യമാക്കുക. എല്ലാവരിലേക്കും ഇന്റർനെറ്റ് മുഖാന്തരം എത്തുന്ന സാങ്കേതിക വിദ്യ അവിടെ കൊണ്ടുവരിക. 2. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ സ്കാമിന് ഇനി ആരോപിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇലക്ഷന് ശേഷം ആ ഏജന്റുമാർ ഫില്ല് ചെയ്യുന്ന 17C എന്ന ഫോം ഇന്റർനെറ്റ് മുഖാന്തരം എല്ലാവർക്കും ലഭ്യമാക്കുക. എത്ര വോട്ടുകൾ വീണു, എണ്ണിയ ശേഷം എത്ര വോട്ടുണ്ടായിരുന്നു എന്ന് ജനങ്ങൾക്ക് കമ്പയർ ചെയ്യാനുള്ള അനുമതി കൊടുക്കുക. 3. ഇലക്ഷന് മുന്നോടിയായി വോട്ടർമാരുടെ പട്ടിക എല്ലാ അംഗങ്ങൾക്കും പരിശോധിക്കാനുള്ള സുതാര്യമായ അവസരം നൽകുക. അത് പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും പരിശോധിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അവർക്കത് കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. അതായി ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ആരോപണത്തിൽ ശക്തവും സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം ഉറപ്പുവരുത്തുക. എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ ആവശ്യമെങ്കിൽ റീചെക്ക് ചെയ്ത് അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതിയിൽ തെളിയിക്കുക. അതിനുള്ള അവസരമൊരുക്കുക. 4. ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെ ബോധ്യം വരുത്തുക വോട്ടിംഗ് അവരുടെ അവകാശമാണെന്ന്. തങ്ങളുടെ വോട്ടർ പട്ടിക ലിസ്റ്റിലെ പേരുമായി ബന്ധപ്പെട്ടോ മണ്ഡലവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവസരം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നമ്മൾ നീണ്ടുപോകുന്നത് ഇനിയും വലിയ അഴിമതികളിലേക്കായിരിക്കും. ഒന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അഴിമതി ഇന്ന പാർട്ടിയെ ചെയ്യൂ എന്ന് നമുക്കാർക്കും പറഞ്ഞുകൂടാ. ചക്രക്കടത്തിൽ കൈയിട്ടാൽ ആര് വേണമെങ്കിലും ഒന്ന് നക്കും. അങ്ങനെ നമ്മുടെ നികുതി പണം ഒരുത്തരും നക്കാനുള്ളതല്ല, നമ്മുടെ വികസനത്തിന് വേണ്ടിയുള്ളതാണ്, സുതാര്യമായ ഭരണത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മാത്രം ആരംഭിച്ചുകൊണ്ട് ഇനിയും മറ്റൊരു വിഷയത്തിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.